ഒരിത്തിരി പച്ചരി എടുക്കാനുണ്ടെങ്കിൽ ഈ മഴയത്ത് പൂതി തീരാൻ വേറെ സാധനങ്ങളൊന്നും അന്വേഷിച്ച് കടയിലേക്ക് ഓടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ആദ്യം 2 കപ്പ് ശർക്കര ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് പാനി റെഡിയാക്കണേ. ശർക്കര പാനി റെഡി ആയാൽ അതങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു 5 കപ്പ് 3/4 പാല്, വലിയൊരു തേങ്ങയുടെ പാലാണേ, അതൊഴിച്ച് തിളയ്ക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്ത 1 കപ്പ് പച്ചരി ഇട്ട് നല്ല പോലെ വേവിച്ചെടുക്കാം. നന്നായി വെന്തുടയുന്ന പരുവമായാൽ ശർക്കര പാനി ചേർത്ത് ഈ ചോറും ശർക്കരയും കൂടി നന്നായി അങ്ങ് വരട്ടിയെടുക്കണം. ഈ പാനി ഒഴിക്കുന്നതിന് മുമ്പ് അരി നന്നായി വെന്തിട്ടില്ലേന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരി വേവൂല. അത് കഴിഞ്ഞാൽ 3 കപ്പ് 2/2 പാല് ചേർത്തിട്ട് ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞാൽ 1 കപ്പ് 1/4 പാൽ ഒഴിച്ച് മിക്സാക്കി ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യിൽ വറുത്തതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റുള്ള പച്ചരി പായസം റെഡിയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്ന് പച്ചരി പായസം ആയിക്കോട്ടെ.